Hi friends, welcome back to Hello Tech Malayalam. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാംസങ് ഗാലക്സി F54 എന്ന സ്മാർട്ട് കുറിച്ചാണ്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത് 29,999 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു നല്ല സ്മാർട്ട് ഫോൺ ആണോ തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും സാംസങ്ങിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പൊതുവേ എല്ലാ സാംസങ് സ്മാർട്ട് ഫോണിലൊക്കെ ഉള്ളതുപോലെ ഇപ്പം നിലവിൽ F സീരീസ് വരുന്ന സ്മാർട്ട് ഫോണിലുള്ള ആ ഒരു ഡിസൈനൊക്കെ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. സൈഡ് മൗണ്ടറായിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സംവിധാനം കാര്യങ്ങളൊക്കെ കാണാം. റിയർ സൈഡ് നമുക്ക് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷായ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ച് ഹോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. റിയർ സൈഡ് ട്രിപ്പിൾ ക്യാമറ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നത് സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ് എന്നുള്ള കാര്യമാണ്. 199 ഗ്രാം വെയിറ്റോടു കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 8.4 mm ആണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ പുറകിൽ ഇത്രയും പ്രൈസ് കൊടുത്തിട്ടും ഗ്ലാസ് ഡിസൈൻ നൽകുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ കുറച്ച് സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയൊക്കെ തന്നെയാണ് നൽകാറുള്ളത്. ബ്ലൂ, സിൽവർ തുടങ്ങിയ 2 കളർ ഓപ്ഷൻസിലാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. എന്തായാലും ഡിസൈൻ വൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ഒരു സാംസങ് സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന രീതിക്ക് തന്നെയാണ് F54ലും നൽകിയിട്ടുള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 5G സ്മാർട്ട് ഫോൺ കൊള്ളാവുന്ന രീതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർ ഡിസൈനിലൊക്കെ നൽകിയിട്ടുണ്ട്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വരാം. ഡിസ്പ്ലേ എന്തായാലും ഈ ഒരു പ്രൈസ് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു ഡിസ്പ്ലേ തന്നെ നൽകിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സാംസങ്ങിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗമാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. 6.7 ഇഞ്ചോട് കൂടി വരുന്ന സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നൽകിയിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാം. ഒപ്പം ഈ ഒരു ഡിസ്പ്ലേ ഭാഗം പഞ്ച് ഡിസൈനോട് കൂടിയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കൂടി എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ്ങിൽ നിന്ന് കിട്ടാവുന്ന ഒരു മികച്ച ഡിസ്പ്ലേ സെറ്റപ്പ് തീർച്ചയായിട്ടും ഈ സാംസങ് ഗാലക്സി F54 എന്ന സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ ഭാഗത്തേക്ക് വരാം. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് പ്രോസസ്സറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാംസങ് എക്സിനോസ് 1380 എന്ന പ്രോസസ്സർ 2.4 GHz ക്ലോക്ക് സ്പീഡോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത്. 5 nm ആണ് നാനോ ടെക്നോളജി കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്രാഫിക്സ് നോക്കിക്കഴിഞ്ഞാൽ മാലി G68 MP5 എന്ന ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു ബെസ്റ്റായൊരു പ്രൊസസ്സർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും നോർമലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു പ്രൊസസ്സർ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒരു ഹൈ എൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന മറ്റ് പ്രൊസസ്സറുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനൊന്നും ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ റാമും അതോടൊപ്പം തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 8 GB റാമും 256 GB സ്റ്റോറേജുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതെന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്ററായ ഒരു ഓപ്ഷൻ തന്നെയാണ്. ഒപ്പം ഹൈബ്രിഡ് സിം സോട്ട് സംവിധാനം കൂടി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് SD കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നാൽ ഒരു സിം നിങ്ങൾ മാറ്റി വയ്ക്കേണ്ടി വരും. എന്തായാലും ആ ഒരു ഭാഗം നല്ല അടിപൊളിയായിട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും കിട്ടുന്ന പോലുള്ള എക്സ്റ്റൻഡർ റാം സംവിധാനവും കാര്യങ്ങളൊക്കെ ഈ ഒരു സാംസങ് ഗാലക്സി F54 വന്നപ്പോഴും സാംസങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോൺ Android 13 അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ടാണ് വരുന്നത്. സാംസങ് One UI കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൽ പ്രധാനമായിട്ടും പറയാൻ സാധിക്കുന്നതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളെക്കുറിച്ചാണ്. 4 വർഷത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൃത്യമായ അപ്ഡേഷൻ കാര്യങ്ങൾ കിട്ടും. 5 വർഷത്തേക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ സാംസങ് ഉറപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയും വേണ്ട. എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട സാംസങ്ങിൻ്റെ 1-2 ഘടകങ്ങളൊന്നാണ് സാംസങ്ങിൻ്റെ സോഫ്റ്റ്വെയറും അതോടൊപ്പം തന്നെ UI. ഇതോടൊപ്പം തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഡിസ്പ്ലേ. ഇതൊക്കെ എനിക്ക് സാംസങ്ങിൻ്റെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യം. ആ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രൈസ് കൊടുക്കുന്നതിൻ്റെതായ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്. എന്തായാലും അത്തരത്തിൽ ഇതാണ് പ്രധാനമായും നമുക്ക് പറയാൻ പറ്റുന്ന സ്പെക്ക്. ഇനി ക്യാമറ ഭാഗത്തേക്ക് വരാം. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സംവിധാനമാണ് നൽകിയിട്ടുള്ളത്. 108 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയുണ്ട്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും. സാധാരണ നിലവിലെ എല്ലാ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളും കൊടുക്കാറുള്ള അതേ ഒരു ക്യാമറ സെറ്റപ്പൊക്കെ തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. 10x ആണ് ഡിജിറ്റൽ സൂമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ നമുക്ക് 4K വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കും. എന്തായാലും ക്യാമറ സാമ്പിൾസ് നിങ്ങൾ തീർച്ചയായിട്ടും ക്യാമറ റിവ്യൂ നോക്കി തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കുക. ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നൽകിയിട്ടുള്ളത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജ് സംവിധാനം മറ്റ് ബ്രാൻഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എങ്കിലും നമുക്കറിയാം പൊതുവേ സാംസങ് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് സംവിധാനമായിട്ടാണ് എപ്പോഴും നിലനിൽക്കാറുള്ളത്. അതൊക്കെ തന്നെയാണ് F സീരീസ് വന്നപ്പോഴും നൽകിയിട്ടുള്ളത്, ഈ ഒരു പുതിയ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുള്ളത്. ഇനി പ്രൈസും കാര്യങ്ങളൊക്കെ, ഈ ഒരു സ്മാർട്ട് ഫോൺ 29,999 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 27,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങിക്കാം.
എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പക്ഷേ അത്ര ബെസ്റ്റായ ഒരു ഓപ്ഷൻ അല്ലെങ്കിലും ഒരു സാംസങ് സ്മാർട്ട് ഫോണായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, സാംസങ് എടുക്കണം എന്ന് അത്രമേൽ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ പോരായ്മയായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നിലവിൽ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണുകളും ചാർജർ ഇൻബിൽട്ട് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതിന് ശേഷം മറ്റൊരു ചാർജർ പുതുതായിട്ട് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ F54 കുറിച്ച് പറയാനുള്ളത്.